വിക്കറ്റിന് സമീപമിരുന്നു. അവിടെ കാതിൽ കയറിയ സ്വരം, രാഘവായ്. അവൻ ഞെട്ടിപ്പിടഞ്ഞ് വാതിലടച്ച് ഉരുളിക്കെട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. കാറ്റിന്റെ ഇരമ്പൽ മാത്രം. അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. പക്ഷേ കുതിരക്കുളമ്പടി ശബ്ദം. പരിഭ്രാന്തനായ രാഘവൻ വീണ്ടും ചെവി കൂർപ്പിച്ചു. കുതിരയുടെ ശബ്ദമാണ്. പക്ഷേ ഗ്രാമത്തിലാരും കുതിരയെ വളർത്താറില്ല. അതെന്താണെന്ന് ചിന്തിക്കും മുൻപേ മഴയിൽ നനഞ്ഞ് മുഷിഞ്ഞ കാൽച്ചുവടുകൾ വീടിനെ ചുറ്റിക്കറങ്ങും. അവന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. കൈകൾ വിറച്ചു. ആ സ്വരം വീണ്ടും വ്യക്തമായി. ഓടി വരുന്നു. ഭയം കൊണ്ട് അവന്റെ ശരീരം മരവിച്ചു. തന്റെ മുത്തശ്ശി പറയാറുള്ള കഥകൾ, പഴയ ഓലക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന എന്തൊക്കെയോ വിവരങ്ങൾ. അവൻ ഓടി മുകളിൽ കയറി. പഴയ അറയിൽ ഒരുപാട് നാൾ സൂക്ഷിച്ചിരുത്തിയ ഒരു പെട്ടി. അത് തുറന്നു. അതിനുള്ളിൽ കറുത്ത നിറത്തിലുള്ള ഒരു തൊലി ചുവപ്പ് നൂലുകൊണ്ട് ഭദ്രമായി കെട്ടിയിരിക്കുന്നു.